വീഡിയോ എടുത്തുകൊണ്ട് റോഡ് സൈഡിൽ നിന്ന് എനിക്ക് കേരള പോലീസിൻ്റെ വക ഒരു 250 രൂപയുടെ ഒരു ഫൈൻ കിട്ടി. പബ്ലിക്കിന് മാർഗതടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് നമുക്ക് പ്രശ്നം റീസൺ ഇട്ടേക്കുന്നത്. അത് പുറത്തിറങ്ങി നിന്ന് എൻ്റെ വണ്ടിയുടെ പുറകെ കൊണ്ട് വണ്ടി നിർത്തി, എന്നോടൊന്നും മിണ്ടിയില്ല, അവരങ്ങ് പോവുകയും ചെയ്തു. എന്നാൽ അവർ നമുക്ക് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു, അതുപോലും ചെയ്തില്ല. പക്ഷേ ഇവിടെ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ വെള്ളവര കണ്ടിന്യൂസ് വെള്ളവരയാണ്, പാർക്ക് ചെയ്യാൻ ഇപ്പുറത്ത് സ്പേസ് ഉണ്ട്, നോ പാർക്കിങ്ങിൻ്റെ ബോർഡില്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ അവിടെ പാർക്ക് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഒരു വണ്ടി അവിടെ പാർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത്ര കാര്യവും ആക്കിയില്ല. എന്നാൽ നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന പോലെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫൈൻ അടിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നിരുന്നാലും ഏതായാലും ഫൈൻ 250 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കാരണമെന്ന് അറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. നമ്മുടെ അറിവില്ലായ്മ നമുക്ക് തിരുത്താമല്ലോ. അവരിങ്ങനെ പാത്തു പതുങ്ങി നമുക്ക് ഫൈൻ തരുന്നതിനോട് എനിക്കൊരു അഭിപ്രായമില്ല. നമ്മളെ ആക്സസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നേരിട്ട് തന്നെ ഫൈൻ തരുന്നതാണ് ശരിയായ രീതി. ഞാൻ എൻ്റെ വണ്ടി കോഴിക്കോട് ചാർജ് ചെയ്തില്ല, കാരണം ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കൊയിലാണ്ടി ചാർജ് ചെയ്യാമെന്ന് നോക്കി. അപ്പം കൊയിലാണ്ടിയിൽ ബിസി ആയതുകൊണ്ട് പയ്യോടിയിലുള്ള മൈൻഡ്ഫുൾ EV എന്ന് പറഞ്ഞ് ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ പോയി. അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഗണ്ണുണ്ട്. 1 2 3 4 5 ഫാസ്റ്റ് ചാർജിങ്ങും ഒരു സ്ലോ ചാർജിങ്ങും പിന്നെ ഓട്ടോറിക്ഷയൊക്കെ ചാർജ് ചെയ്യാനുള്ള 2 ഗണ്ണുമുണ്ട്. അവിടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ അടച്ച് മറ്റേ മുട്ടായും സ്നാക്സും ഒക്കെ എടുക്കാവുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ടാകും ചാർജിങ് സ്റ്റേഷനിൽ. ഇതിപ്പം പയ്യോളിൽ NH-66 പണിത് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് പുറത്തിറങ്ങി ഒരു യൂട്ടേണൊക്കെ എടുത്ത് വരേണ്ടി വരും. ഇപ്പം നമ്മൾ ആ സൈനിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നല്ല ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ, നല്ല ചാർജിങ് സ്റ്റേഷനും. നമുക്ക് അവിടെ ഇതുവരെ പോയിട്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാവുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ തന്നെയാണത്, അതിനൊരു ഡൗട്ടും വേണ്ട. ഞാൻ ഇരിട്ടി വന്നിട്ട് അന്ന് രാത്രി സ്റ്റേ ചെയ്തത് സ്കൈ പെൻഡ റെസിഡൻസി എന്ന് പറഞ്ഞ ഇരിട്ടി ടൗൺ തുടങ്ങുമ്പം തന്നെയുള്ളൊരു ഹോട്ടലാണ്, ഒരു ബാർ ഹോട്ടലാണ്. നല്ല റൂംസും കാര്യങ്ങളുമാണ്, നല്ല ബാത്റൂമാണ്, നല്ല നീറ്റാണ്, ഒട്ടും ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല. നല്ലൊരു ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോട്ടലാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇവോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷനും ഉണ്ട്. നമുക്ക് സുഖമായിട്ട് വണ്ടി ചാർജ് ചെയ്യുകയും സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്യാം. നല്ല ഒരു ഹോട്ടലാണ് കേട്ടോ. അതിനൊരു എന്നാ പറയുന്നത്, നല്ലൊരു നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ തോന്നുന്ന പോലത്തെ ഒരു ഹോട്ടലാണ്. ബാറിൻ്റേതായ ശല്യങ്ങളൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ ബാത്റൂം നല്ല നീറ്റാണ്. പിന്നെ നമ്മുടെ കോഫിയുടെ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്കെടുത്ത് ചായയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കുടിക്കാം. അടിപൊളിയായിട്ട് തന്നെയുള്ളൊരു ഹോട്ടലാണ്.